ഇനി നമുക്ക് പുഷപ്പ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം പ്രോപ്പറായിട്ട്. അതിനൊന്ന് തിരിഞ്ഞു നോക്കാം. പുഷപ്പ് സ്റ്റാൻഡിൽ കൈ സ്ട്രൈറ്റ് ചെയ്ത് വെക്കുക. നമ്മളെ സ്പൈന് ബോഡി സ്ട്രെയിറ്റ് ആയിരിക്കണം. സ്ട്രെയിറ്റ് ആക്കി വെക്കുക. കുറച്ചൊന്നുകൂടെ വന്നു കാല് കുറച്ച് വിട്ട് വെച്ചു. കുറച്ചൊന്ന് ഡിസ്റ്റൻസ് കിട്ടും. അതായത് നിങ്ങളെ ഷോൾഡർ ലെങ്ത്തിനേക്കാൾ കുറച്ച് പുറത്തോട്ടാക്കി വെക്കുക. സ്ട്രെയിറ്റ് ആയിട്ട് നോക്കുക. ഇപ്പൊ അതൊക്കെ ഞാൻ കൗണ്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്ര റേഞ്ചിൽ ഡൗൺ ചെയ്യാൻ കഴിയുമോ അത്രയും റേഞ്ചിൽ ഡൗൺ ചെയ്തിട്ട് പുഷ് ചെയ്ത് എണീക്കുക. 1 up 2 3 ഒന്ന് ഹോൾഡ് ചെയ്യുക. 4. ഇവിടെ നമ്മളെ കൈയിന്റെ പൊസിഷൻ വരേണ്ടത് ഓക്കെ അപ്പ് ഒരു വി ഷേപ്പിലാണ്. പുറത്തോട്ട് വി ഷേപ്പായിട്ട് ഒരു 45 ഡിഗ്രി ആംഗിളിലാണ് വരേണ്ടത്. കറക്റ്റ് 90 ഡിഗ്രിയിൽ വരരുത്. വന്നാൽ നമ്മളെ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റിന് ചെറിയൊരു പ്രശ്നം ഉണ്ടാവും. ഇഞ്ചുറി വരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. ഒരു 45 ഡിഗ്രി ആംഗിളിൽ വെച്ചിട്ട് എല്ലാവരും ചെയ്യാൻ ശ്രമിക്കും. ഒന്നുകൂടി ചെയ്തുകൊണ്ട് 1 2 3 സ്പൈൻ എപ്പോഴും സ്ട്രൈറ്റ് ചെയ്ത് വെക്കുക. 4 5 ഓക്കെ സ്റ്റാൻഡ് അപ്പ്. വെരി ഗുഡ്. നമ്മൾ പുഷപ്പ് പ്രോപ്പറായിട്ട് എടുക്കാൻ കഴിയാത്തവർ, അത് ചെയ്യാൻ വേണ്ടി സ്ട്രഗിൾ ചെയ്യുന്നവർ, പഠിക്കാൻ ആഗ്രഹമുള്ളവരുണ്ടാവും, പെട്ടെന്ന് ചെയ്യാൻ കഴിയാത്തവരുണ്ടാവും. അവർക്ക് എളുപ്പമായിട്ട് പുഷപ്പ് ചെയ്യാൻ പഠിക്കാൻ കഴിയുന്ന ഒരു രീതിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. വാൾ പുഷപ്പ് എന്ന് പറയും. വാളിലോ അല്ലെങ്കിൽ ഇതുപോലെ നമുക്ക് കുറച്ച് ഹൈറ്റിൽ കൈ വെക്കാൻ പറ്റുന്ന സ്ഥലത്ത് എന്ത് ചെയ്യാം കാണിച്ചു കൊടുക്കും. കൈ ഇവിടെ വെക്കുക. എന്നിട്ട് പുഷപ്പ് സാധാ നോർമലി നമ്മൾ കാണുന്ന പോലെ തറയിൽ ചെയ്യുന്ന പോലെ പുഷപ്പ് ചെയ്യാൻ ശ്രമിക്കുക. 1 2 3 നമുക്ക് കഴിയുന്ന രീതിയിൽ ഓക്കെ മതി. വാളിൽ വെക്കാം. നമ്മൾക്ക് കോൺഫിഡന്റ് ഇമ്പ്രൂവ് ആവുന്നത് തോന്നുന്നതിനനുസരിച്ച് എന്ത് ചെയ്യാം, ഇതിന്റെ ഹൈറ്റ് കുറച്ച് കൊണ്ടുവരാം. ഓക്കെ